മധുരക്കിഴങ്ങ് നടാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് വള്ളി കിട്ടാനില്ലേ? നൈലിതാ ഒരു മധുരക്കിഴങ്ങ് കടയിൽ നിന്ന് പോയി വാങ്ങി വെള്ളത്തിൽ കുത്തി വെക്കുക. അടിപൊളി വേര്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് 3 ചാക്കിൽ നട്ട്. ഇന്ന് ഞാൻ നടുന്നത് 4ാമത്തതിലാട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു നടിയിലാണ്. ആൾക്കാർക്ക് ഇഷ്ടം, വിളവെടുപ്പ് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നടിയിൽ എൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ ചിലർക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പം ഇന്ന് ഞാൻ നടുന്നത്, ഒരു ദിവസം ഞാൻ ചേന നട്ട്, പുതിന നട്ട്, നിങ്ങൾ കണ്ടില്ലേ, അത് നട്ട്. ഇന്ന് ഞാൻ നടാൻ പോകുന്നത് മധുരക്കിഴങ്ങാണ്. ഈ മധുരക്കിഴങ്ങ് നമ്മൾ നിലത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രക്കും ശ്രദ്ധ വേണം. അല്ലെങ്കിൽ അവിടേക്ക് ഒരെലിയെങ്കിലും വന്ന് പിന്നെ എലിൻ്റെ ഒരു സമ്മേളനമായിട്ട് മാറി ആ തോട്ടം മുഴുവൻ എലി നശിപ്പിച്ച് കളി. നമ്മൾ നിലത്താ നട്ടെങ്കിൽ. ഇപ്പം ഞാൻ ചാക്കിൽ നടുകയാണെങ്കിലും നമ്മൾ കുറച്ച് പേടിക്കണം. ഇന്ന് ഞാൻ നടുന്നത് വെറൈറ്റിയാണ്, എല്ലാവരും വ്യത്യാസമാണ്. ഇന്ന് ഞാൻ നടുന്നത് വലിയ കുപ്പിയിലാണ്. വലിയ കുപ്പിയിൽ മധുരക്കിഴങ്ങ് നട്ടിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് ഹാങ് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ വള്ളി പടരാൻ സൗകര്യവും, പിന്നെ അതിനൊന്നും നമ്മൾ ബുദ്ധിമുട്ടാവേണ്ട, എലി വരില്ല. നല്ല കുപ്പിയാണെങ്കിലോ വേസ്റ്റ് കുപ്പി എത്ര കിട്ടാനുണ്ട്. വലിയ 5 ലിറ്ററിൻ്റെ കുപ്പി ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. നമുക്ക് കൂടെ നടന്നാൽ മതി. അങ്ങനെ ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് ഞാൻ മധുരക്കിഴങ്ങ് നടുക കേട്ടോ. എനിക്ക് എവിടെ നിന്നാണ് മധുരക്കിഴങ്ങിൻ്റെ വള്ളി കിട്ടിയത് എന്നുള്ളത് ഒക്കെ നോക്കാം. എന്നാൽ വരി. അപ്പം ഞാൻ നടാൻ പോകുന്നത് ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ 5 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഒരു വലിയ പോട്ടിൽ കൊള്ളുന്ന അത്ര ഇതിൽ കൊള്ളും. പക്ഷെ നമുക്ക് വേണ്ടാതെ വലിച്ചെറിയുന്ന പാഴ്വസ്തു അല്ലേ. ഇതുകൊണ്ടാണ് നമ്മൾ മധുരക്കിഴങ്ങ് നടന്ന ഇതിലാണ്. സൂപ്പറാണ്. അപ്പം നമുക്ക് ഇതങ്ങ് വെട്ടിക്കളയാം. ഇത് നമുക്ക് വേണ്ട. എൻ്റെ അഭിപ്രായം മധുരക്കിഴങ്ങ് വലുതായി ഉണ്ടാകുന്നതും വേര് വരുന്നതും വണ്ണം വെക്കുന്നതും ഒക്കെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാതാണ്. ഇനി ഞാൻ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നിങ്ങളെ കാണിച്ചു കൊണ്ട് വെട്ടാന്ന് വിചാരിച്ചത്. ഇതൊക്കെ വേഗം വെട്ടാനാവും കേട്ടോ. ആയുധം കയ്യിലുണ്ട് പിന്നെ പറയണ്ട, വേഗമാവും. ഇത്രേ പണിയുള്ളൂ. ഇത്രയെന്ന് പറഞ്ഞാൽ കുറച്ച് വെട്ടിങ്ങോട്ട് കൊണ്ടുവന്ന് അത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇപ്പം കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കുത്തനെ വെച്ചിട്ടാണ്. ഇതും ഞാൻ കട്ട് ചെയ്യും. ഇത് വേണ്ട, ഇതും കട്ട് ചെയ്യും. പിന്നെ വലിയ ഹോൾസാണ്, പുതിയ ഹോൾസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിൽ ഇത്രയും വലിയ ഹോൾസ് വേണ്ടതാനും. അപ്പം ഞാനൊരു കല്ല് ഇതിലെടുത്തിട്ടു. ഒരു കല്ലോ, നമുക്ക് ചകിരി വെച്ചാലും കല്ല് വെക്കുന്ന വേണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് 2 കമ്പല്ലേ നടാനാവുള്ളൂ. ഒന്ന് ഇവിടെയും നടാന്ന് വിചാരിച്ച്. അങ്ങനെ 3 ശരിക്കും ഇതിൽ വേണ്ടു. അത് മതി. ഉണ്ടാവുകയാണെങ്കിൽ ഇതൊറ്റ പാത്രം മതി. ഇതിൻ്റെ പോട്ടി മിക്സ് നന്നാവുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കട്ടെ, ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ ഹോൾസ് ഉണ്ടാക്കുക. ഒരു 3 ഹോൾസ് മതി. കുപ്പിക്ക് ഹോൾസ് ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ പുറത്ത് പോയി നടാം. പെട്ടെന്ന് ഹോൾസ് ഉണ്ടാക്കാനാവും അതിൻ്റെ ഇതുള്ളത് കൊണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വിട്ടിട്ടില്ല, ഞാൻ വിട്ടുതരാം. എന്നോട് ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ട് നമുക്ക് ഹോൾസ് ഉണ്ടാക്കാം, ഒരു പ്രയാസവും ഇല്ല കേട്ടോ. അത് ചൂടാക്കി കഴിഞ്ഞ് വെക്കാനുള്ള ആയുധമുണ്ട്, എല്ലാം ഇതിലുണ്ട്. അങ്ങനെ ഇതാൻ വേണ്ടിയിട്ട് കൂക്കണ്ടേ, അതിന് മേലെ തന്നെ 2 ഹോൾസ് ഉണ്ടാക്കുക. ഹോൾസിന് ഒരു പ്രയാസവും ഇല്ലല്ലോ, അതുകൊണ്ട് സുഖ. അങ്ങനെ ഞാൻ നടാൻ പോവുകയാണ് കേട്ടോ. അതാ ഹോൾസ് ഇവിടെ ഉണ്ടാക്കി നല്ല പവറിൽ ഹോൾസ് ഉണ്ടാക്കാനുള്ള ആയുധമുണ്ടല്ലോ, ഒരു പേടിക്കണ്ട. ഇനി ഇത് കട്ട് ചെയ്തില്ല, ഇതിൻ്റെ കയ്യില്ലേ അതാ കട്ട് ചെയ്തത്. പിന്നെ അടപ്പങ്ങെടുത്ത് മാറ്റുകയും ചെയ്ത്. എന്നിട്ട് ഇതങ്ങോട്ട് ഇറക്കി വെക്കുക. ചകിരി, തേങ്ങ പൊളിച്ച ചകിരി അത് കേട്ടോ. കുറച്ച് വീതിയിൽ അങ്ങിട്ടാൽ ഊരിപ്പോരൂരാണ് നമുക്ക് ഇട്ട പോട്ടി മിക്സൊക്കെ തങ്ങി നിന്നോളൂ. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ടേ. ഇതൊക്കെ എൻ്റെ അടുക്കള മുറ്റടിച്ച് വാരിയ എന്നും കിട്ടിയല്ലോ, അത് ഞാനിങ്ങനെ കൂട്ടി വെക്കല. ഇവിടെ മഴ പെയ്തു കേട്ടോ. ഇവിടെ മഴ പെയ്തപ്പോൾ നനഞ്ഞപ്പോൾ
നല്ലൊരു വളം പോലെ ഒരു സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട് ഇത്. ഇടയ്ക്ക് കമ്പൊന്നും അതൊന്നും ഇപ്പം നമുക്കിനി വേണ്ട. ഒക്കെ കൂട്ടുമ്പോൾ ഒന്നിച്ചേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ സുഖം അറിയാം. നമുക്ക് നല്ല പോട്ടി മിക്സും കിട്ടി, മുറ്റടിച്ച് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് ബുദ്ധിമുട്ടാവേണ്ട. എല്ലാം ഒരുത്തിനാ കൂട്ടി വെച്ചാലേ വീടും പരിസരവും വൃത്തി വേണം, നമുക്ക് നല്ല വളവും കിട്ടും. ഇതൊക്കെ അങ്ങ് അമർത്താം. എങ്ങനെ അതിൽ കല്ലുണ്ടാവും. കല്ല് ഇതിൽ നല്ല അടിയിൽ ചകിരിയ വെച്ചേക്ക. ഇത് ഹാങ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കനം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്ല് ഒഴിവാക്കി ചകിരിയാക്കി മാറ്റിയത്. ഇതിൽ നിറയെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് മണ്ണുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മണ്ണിൻ്റെ മാജിക്ക്. മണ്ണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റാക്കി മാറ്റും. നമ്മൾ ഇട്ട എല്ലാ പോട്ടി മിക്സും കമ്പോസ്റ്റാക്കും. അതിനുള്ള സൂക്ഷ്മജീവികൾ ഈ മണ്ണിലുണ്ട്. അവിടെ ഇടയ്ക്കൊരു മണ്ണ് നമുക്ക് ഇടാം. ഫുള്ള് മണ്ണ് വേണ്ട, വെയിറ്റ് കൂട്ടണ്ട, അതൊക്കെ മണ്ണായിക്കോളും. പിന്നെ ഇങ്ങനെയുള്ള മിനറൽ വാട്ടറൊക്കെ ഉള്ള കുപ്പി വലിച്ചെറിയുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വന്നാൽ മതി. കൃഷിഭ്രാന്തന്മാർ അതൊന്നും കളയൂല. ഒരിക്കൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. നല്ല ഐഡിയ വന്നോളൂ. കാരണം എനിക്ക് മധുരക്കിഴങ്ങിന് ഭയങ്കര ഇഷ്ടം. മധുരക്കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ ആ തോട്ടം മുഴുവൻ എലി. അപ്പോൾ പിന്നെ ഞാൻ പേടിച്ചോണ്ടെല്ലാം നടല് ഇതാക്കി. അപ്പം ഇനി നമ്മൾ പേടിക്കണ്ട, ഇനി നമ്മൾ പേടിക്കേ വേണ്ട. കാരണം ഇതിലേക്ക് വരില്ല. ഇതിലേക്ക് ഇനി ചീമക്കൊന്നെന്ന് പറഞ്ഞാൽ ചാണകത്തിനെ വരെ തോൽപ്പിക്കും. അത്രക്കും നൈട്രജൻ്റെ കലവറയാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുക. ചീമക്കൊന്ന നമുക്ക് കിട്ടാൻ പ്രയാസമൊന്നുമില്ല. ചീമക്കൊന്ന വേലിമലൊക്കെ ഉണ്ടാവും. അങ്ങനെ വേലിമന്ന് പൊട്ടിച്ചെടുത്തത് തന്നെയാണ് ഇത്. നമ്മൾ എത്ര പൊട്ടിക്കുന്നോ അത്രയും ശക്തിയിൽ തളിര് വരും. ഇതങ്ങിട്ടട്ടെ, ഇതും ഇട്ട് ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണിൻ്റെ അളവ് കുറക്കുക, മറ്റുള്ളതിൻ്റെ അളവ് കൂട്ടുക. എന്നാൽ പിന്നെ ഇത് പാറ പോലെ ഉറക്കൂല. ഇത് മൊത്തം മണ്ണാവും കമ്പോസ്റ്റായിട്ട്. ഇപ്പോൾ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ നമ്മൾ നടുന്ന മധുരക്കിഴങ്ങിൻ്റെ വേരില്ല, നെട്ടോട്ടോടിയിട്ട് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കും. അങ്ങനെ പാറ പോലെ ഉറച്ചാൽ മുരടിച്ചു പോവും. അപ്പം വലിച്ചെടുത്താൽ പിന്നെ ചെടികളെ ഉഷാറ് പിന്നെ പറയണ്ടല്ലോ. തണ്ടിനും ഇലകൾക്കൊക്കെ എത്തിച്ച് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഞാൻ എപ്പം പറയുന്ന റോക്കറ്റ് സ്പീഡ് ഇതിനുണ്ടാവും. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് അത്രയ്ക്ക് നല്ലതാണ് ഇടുന്നത്. ഇനി ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇടട്ടെ, എടുത്തുണ്ടരട്ടെ. മധുരക്കിഴങ്ങിൻ്റെ വള്ളി കിട്ടാൻ ചിലർക്ക് പ്രയാസം ഉണ്ടാവും, ചിലർക്ക് നല്ല എനിക്കും പ്രയാസമാണ്. അപ്പം ഞാൻ ചെയ്ത മാർഗം എന്താണെന്നറിയോ? ഒരു മധുരക്കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങി. മധുരക്കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് അങ്ങ് കുത്തി വെച്ച് നോക്ക്. നിൻ്റെ വേര് നമ്മൾ ഞെട്ടും. അപ്പോൾ അങ്ങനെ കുത്തി വെച്ച് വേരിറങ്ങി നിറയെ തണ്ടുണ്ടായി, കുറേ തണ്ടുണ്ടായി. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഒരു ചാക്കിൽ ഞാൻ നട്ട് അത് വലുതായി കുറച്ച് വലിപ്പം വെച്ച് വീണ്ടും തണ്ടുണ്ടായി. ആ തണ്ട് ഞാൻ എന്താക്കിയെന്നറിയോ? എനിക്ക് അപ്പോൾ ഒന്നും നടാനാവില്ല, 100 കൂട്ടം പണികളല്ലേ. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ഒഴിവുണ്ടാകുമ്പോൾ നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കുത്തിവെച്ചപ്പോൾ വേര് വന്നത് കണ്ടോ? ഇതൊക്കെ വെള്ളത്തിൽ കുത്തിവെച്ചിട്ട് വേര് വന്നതാ. ഇതാ വെള്ളത്തിൽ കുത്തി അങ്ങ് വെച്ചാൽ വേര് വന്ന്. അപ്പം പെട്ടെന്ന് ഇത് ആളാവും. നമ്മൾ നടാൻ വിചാരിക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ നട്ട ഫലം കിട്ടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിനിങ്ങനെ തണ്ട് വരിക. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിലെടുത്ത് വെച്ച്, ഇത് കുപ്പീൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾക്ക് വേര് കാണാൻ സാധിക്കും. ഞാൻ പൊന്തിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഞാൻ കാണുന്നുണ്ട്. നോക്ക്, അടിപൊളി. അപ്പം ഇതാണ് ഞാൻ നടാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് കുപ്പി, ഇതൊക്കെ വേണ്ടാത്ത കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. അങ്ങനെ പലതും നമ്മൾ വിത്ത് കിട്ടുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മടിയും സമയക്കുറവും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മുളച്ച് വരുമ്പോൾ പിന്നെ സമാധാനത്തിൽ നമുക്ക് നടാം. ഇനി ഞാൻ പോട്ടി മിക്സ് നിറച്ചിട്ട് ഞാൻ നടട്ടെ കേട്ടോ. ഞാൻ നടാൻ പോവുക കേട്ടോ. പിന്നെ ഈ മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിഴങ്ങ് നട്ടാൽ നമുക്ക് മധുരക്കിഴങ്ങ് കിട്ടുമോ അല്ലെന്ന് എനിക്കറിയില്ല, കിട്ടാൻ സാധ്യത കുറവാണ്. അതിൻ്റെ തണ്ടാണ്, ഈ തണ്ടാണ് നമ്മൾ നടേണ്ടത്. ഈ തണ്ടിൻ്റെ വേര് കണ്ടോ? ഈ വേര് തടിച്ചിട്ടാണ് മധുരക്കിഴങ്ങ് ഉണ്ടാകുക. കപ്പക്കും അങ്ങനെ തന്നെ കേട്ടോ, വേര് തടിച്ചിട്ടാണ്. അപ്പം ഞാൻ
ഇത് നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് നട്ട് അതൊന്നും ഇനി വാടിപ്പോകൂല. എന്താ അറിയോ, അതിനൊക്കെ അടിപൊളി വേര് വന്നതാ. ഇതാ വേര് തടിച്ചിട്ടാണ് മധുരക്കിഴങ്ങിന് പിന്നെ കപ്പയ്ക്ക് ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ തരിയുന്നത് എന്താണെന്നറിയോ, ഹോൾസ് ഉണ്ടാക്കിന്. ഹോൾസ് എവിടെ തരിക. ഇങ്ങനെ നടുമ്പോൾ തന്നെ ചെയ്താലുണ്ടല്ലോ ഗുണം എന്താ അറിയോ, പിന്നെ നമ്മൾ കുത്തി അമർത്തത് വേര് വന്നാണല്ലോ, വേര് മെല്ലെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക. എന്താ അങ്ങനെ 2 നട്ട്. ഒന്ന് ഇവിടെയും. എല്ലാത്തിനും വേര, അടിപൊളി വേര. നിങ്ങളൊക്കെ ഈ സ്ഥലം ഇല്ലാത്തവരില്ലേ, എങ്ങനെ ഒന്ന് ചെയ്തു നോക്കണ്ടി. ഒരു ചെറിയ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് തൂക്കിയിടാൻ സ്ഥലമില്ലെങ്കിൽ, സ്ഥലമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ മുറ്റത്തെ ചെടികൾ ഉണ്ടാവൂലേ, വലിയ മരങ്ങളൊക്കെ ഉണ്ടാവൂലേ, പ്ലാവിൻ്റെ അതിൻ്റെ ഒക്കെ അവിടെ തൂക്കിയിട്ടാൽ മതി. ഇത് എന്നാലും വള്ളി പൊയ്ക്കോളൂ. ഇതാ ഞാൻ 3 നട്ട്. അവിടുത്തെ കഴിഞ്ഞു. പിന്നെ വെർട്ടിക്കലിൻ്റെ ആ സംഭവം കഴിഞ്ഞു. ഇനി ഞാൻ മേലെ നടാൻ പോണാവുന്നതിനേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് ഇടട്ടെ. കുറച്ച് മണ്ണും ഇടട്ടെ കേട്ടോ. ഈ ഒരു വലിയ കുപ്പിയിലേക്ക് നമുക്ക് ഒരു 5-6 കിട്ടിയാൽ പോരെ. ഒരു പുഴുക്കിന് നമുക്ക് വലിയ അധ്വാനം ഇട്ടുണ്ടോ. അങ്ങനെ ഞാൻ കുറേ കുപ്പിയിൽ നടൂ. മണ്ണ് നിറക്കട്ടെ കേട്ടോ. കല്ല് അപ്പം എടുത്ത് മാറ്റണം. എന്താ അറിയില്ല, ഒരു കല്ല് ഇങ്ങനെ വരിക. കല്ല് ഇനി നമുക്ക് വേണ്ട. ഹോൾസ് ഇത് നടാണ്ടാക്കിയെന്നല്ലാണ്ട് അടിയിൽ വലിയ ഹോൾസ് ഉണ്ട്. ഇത് വെള്ളം പോവാനുണ്ട്. ഇനി ഞാൻ കരിയില കമ്പോസ്റ്റ് ഇടട്ടെ. ഇത് എൻ്റെ കരിയില കമ്പോസ്റ്റ് ഞാൻ കൂട്ടി വെച്ചതായിരുന്നു. കണ്ടാങ്ങൾ വിചാരിക്കും ഇത് ചാണകപ്പൊടിയാണ്. ആ രീതിയിലായിനിത്. ഇലയൊക്കെ പൊടിഞ്ഞ് ഇനി ഇതിടട്ടെ. ഒന്ന് ഇരിക്കൂ, ശരിക്കും ഒന്ന് ഇരിക്കൂ. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ദിവസം അടിച്ച് വാരുന്നത് കൊണ്ടുപോയി ഇടുക. ഇതിൽ വേര് വരുന്നൊക്കെ നമ്മൾ പുറത്തുകൂടിയ നോക്കിയാൽ തന്നെ കാണും. ഇത് അങ്ങനത്തെ കുപ്പിയാ. ഇതൊന്നും അങ്ങോട്ട് അമർത്തി കൊടുക്കാന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ എന്തെല്ലാം ചെയ്തു ഈ ഒരു കുപ്പിയിലേക്ക്. ഇതാണ് എൻ്റെ കുപ്പിയിലുള്ള മധുരക്കിഴങ്ങ് കൃഷി. ഞാൻ ഒന്ന് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നുള്ളൂ. ഞാൻ കുറേ എണ്ണത്തിൽ നടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങ് നട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നടാലേ. നമുക്ക് ഇത് വെയിറ്റ് കുറയും. ഇനി ഞാൻ മേലെ രാജാക്കന്മാരെയാണ് നടുന്നത്. മേലെ നടട്ടെ കേട്ടോ. ഇതാ മേലെ നടുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരോട്, വേര് തടിച്ചിട്ടാണ് മധുരക്കിഴങ്ങ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഞാൻ 2 ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ 3 അങ്ങ് നടുന്നുണ്ട്. ഓരോന്നുമേലും ഓരോന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. നമ്മൾ മേലെ നട്ടല്ലങ്ങ് ഇറങ്ങിക്കോളൂ. നല്ലോണം ഇറങ്ങും. ഇത് താഴോട്ട് ഇറങ്ങും. സോഫ്റ്റ് മണ്ണാണല്ലോ. കുറച്ച് ഇതിടട്ടെ കേട്ടോ. ഇതിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോണ്ട. നമ്മളിപ്പം നല്ല വെയിലല്ലേ. ഇന്നലെ ഞങ്ങൾക്ക് മഴ കിട്ടി, മെനയാന്ന് കിട്ടിയില്ല. അതിന് മുമ്പ് 2 ദിവസം കിട്ടി. എന്താ എങ്ങനെയുണ്ട് എൻ്റെ മധുരക്കിഴങ്ങ് കൃഷി? ഇതാ ഇത്രേ വേണ്ടൂ. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഇങ്ങനെയുള്ള കുപ്പി കണ്ടാൽ നിങ്ങൾ കളയരുത്. അന്നേരം എടുത്തു കൊണ്ടുവരിക. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയുണ്ടോ നോക്കുക. അല്ലാത്തവർ കടയിൽ എന്തായാലും പോയാൽ കിട്ടുമല്ലോ. കിഴങ്ങ് കിട്ടുമല്ലോ. ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് വള്ളിയായി മാറും. അപ്പോൾ ഈ വള്ളി ഇങ്ങനെ നട്ടിട്ട് നിങ്ങൾക്ക് നിലത്തൊന്നും നിലത്തൊക്കെ എലി വരും. നമുക്കത് നോക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇത് ഹാങ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെടിൻ്റെ കൊമ്പുമെല്ലാം കൊളുത്തി വെക്കുക. ഇതിൻ്റെ വള്ളി ഇങ്ങനെ അതിലൂടെ പടർന്ന് പോയിക്കോട്ടെ. അല്ലെങ്കിൽ ഞാൻ കമ്പി ഫിറ്റാക്കി. ഞാൻ കമ്പിമേല. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞ് മരത്തുമലായി പറ്റുമെന്നുള്ളത് കേട്ടോ. അത് നിങ്ങൾ എവിടെ നടുന്ന് വിചാരിക്കേണ്ട. ഇതാ
ഞാൻ ഹാങ് ചെയ്യട്ടെ കേട്ടോ. ഇതാ വിജയകരമായിട്ട് ഞാൻ എൻ്റെ മധുരക്കിഴങ്ങ് കൃഷി. ഇനി ഇത് ഇൻഷാ അല്ലാ മധുരക്കിഴങ്ങിന് 3 മാസമേ വേണ്ടൂ. വെറും 3 മാസം. എപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും എന്നോട് ചോദിക്കും ഇത് എത്ര മാസമാവും. അപ്പോൾ ഫുള്ള് കാണൂല, എന്നോട് ചോദിക്കൂ. ഇതിന് 3 മാസമേ വേണ്ടൂ. 3-ൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കേട് വരും. അപ്പോൾ നമുക്കിതിപ്പോൾ മെയ്, ജൂൺ, ജൂലൈ കഴിയുമ്പോഴത്തേക്ക് ഇത് വിളവെടുക്കണം. അപ്പോൾ നമുക്ക് വളരുന്നതും വേരാവുന്നതും ഒക്കെ ഞാൻ ഓൺ ദ സ്പോട്ടിൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. വെള്ളം പിന്നെ ഹാങ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒഴിക്കാം. ഞാൻ പിന്നെ ഞങ്ങളെ കാണിച്ചുകൊണ്ട് ഇതാ ഒഴിക്കുമ്പോഴത്തേനേ താഴെ എത്തിയിട്ടോ. അപ്പോൾ കാരണം ഇതിലധികം മണ്ണില്ലല്ലോ, നിറയെ പോട്ടി മിക്സ് ആണല്ലോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് അതുപോലെ വീഡിയോ ചെയ്യുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട് കേട്ടോ. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് ഷാനിബ ഉണ്ടാക്കി, റെയ്ഹാനത്ത് ഉണ്ടാക്കി, പിന്നെ ഷഹനാസ് എവിടെ നിന്നറിയില്ല, ലക്ഷദ്വീപ് ഉണ്ട്, പിന്നെ ജയന്തി ചെന്നൈയിൽ നിന്ന്, എവിടെ നിന്നൊക്കെയാ എൻ്റെ അതുപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരാൾ ലേഡിയാണ്. റൊണാൾഡോ വേറെ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല ബാക്കിയുള്ളത്. അവർ പറഞ്ഞത് എനിക്ക് ഏറ്റവും രസമായത്. അവർ പറയാ പിന്നെ എൻ്റെത് കണ്ട് എനിക്ക് ചെടി ഭ്രാന്ത, അതുപോലെ ചെടി ഭ്രാന്ത് അവർക്കും ഉണ്ടായിന്ന്. കിടന്നുറങ്ങുന്നൊന്നുമില്ല, നടൽ തന്നെയാണ് പണിയുന്നത്. അങ്ങനെ കുറേ പേരെ ഞാൻ ഭ്രാന്താക്കിയിട്ടുണ്ട് കേട്ടോ. ചെടി ഭ്രാന്ത്. അങ്ങനെ ചെടി ഭ്രാന്തായിട്ട് കേരളം മുഴുവൻ ലേഡീസും ചെടി ഭ്രാന്തന്മാരാവട്ടെ അല്ലേ. നട്ടിട്ട് വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കൾക്ക് കൊടുക്കാമല്ലോ. ആണുങ്ങൾ പോയി പണിയെടുക്കട്ടെ, പെണ്ണുങ്ങൾ ഇങ്ങനെ ചെടികളൊക്കെ നട്ട് അത് നടുന്ന നല്ല ചില്ലിക്കാശ് മുടക്കില്ല. മുറ്റും തോട്ടവും ഒക്കെ വൃത്തിയാവും, വളവും കിട്ടും, നല്ലോണം വിളവും കിട്ടും, വിഷരഹിത പച്ചക്കറിയാവും. ഇങ്ങനെ സൂപ്പറല്ലേ? അപ്പോൾ കുറേ ആൾക്കാരെ കമൻറ്റ് കണ്ട ഞാൻ തന്നെ വായിച്ച് ചിരിക്കും. സ്വന്തം കൃഷിഭ്രാന്ത് എനിക്കും പകർന്നു. അങ്ങനെ ഓരോരുത്തർ പകർന്ന് മൊത്തത്തിൽ കൃഷിഭ്രാന്തന്മാരാവുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഹാങ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഹാങ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനിനി ഹാങ് ചെയ്യട്ടെ കേട്ടോ. മുകളിൽ ഈ ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. ആയുധങ്ങളുടെ സുഖ. കയറുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണോ. എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കി നിന്ന് ഒന്നും ശ്രദ്ധിക്കാണ്ട് നടന്നാലേ ഇതാന്ന് അറിയുമ്പത്തിനേക്ക് അങ്ങനെ ഭദ്രമായിട്ട് ഞാൻ വെച്ചു. ഇനി അവിടുന്ന് രാജാവായിട്ട് വളരും എൻ്റെ മധുരക്കിഴങ്ങ്. നോക്കിക്കോളുണ്ട്. ഞാൻ ഓരോന്ന് കാണിച്ചു തരും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കേട്ടോ. നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നട്ടാൽ സ്ഥലമില്ലാത്തവർക്ക് എന്തൊരു സുഖങ്ങൾ വിചാരിക്കും ഇതിലുണ്ടാവുക എന്നുള്ളത്. ഞാൻ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനത്തെ കുപ്പികളൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ മധുരക്കിഴങ്ങ് വീഡിയോ കണ്ടല്ലോ, നട്ടത് ഏതിലാന്ന് കണ്ടല്ലോ, ഒക്കെ ഒരു കൗതുക. എന്തായാലും നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടിയാൽ പോരെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.